പോളിടെക്നിക് പ്രവേശനം സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 13 വരെ. കിളിമാനൂർ MGM പോളിടെക്നിക് കോളേജിൽ ഡിപ്ലോമ കോഴ്സുകളിൽ ഒഴിവുള്ള ഗവൺമെൻറ് മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 13 വരെ കോളേജിൽ നടത്തും. സിവിൽ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ടെക്നോളജി എന്നീ കോഴ്സുകളിലേക്കാണ് ഒഴിവുള്ളത്. അടിസ്ഥാന യോഗ്യത SSLC, നേരത്തെ അപേക്ഷിച്ചവർക്കും പുതുതായി അപേക്ഷിച്ചവർക്കും പങ്കെടുക്കാം. SC, ST വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ ഫീസ് ഇളവുണ്ടെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. പെരപ്പയം ആക്കൽ നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്ന ഹൈമാക്സ് ലൈറ്റ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ബഹുമാനപ്പെട്ട ക്ഷീര വികസന വകുപ്പ് മന്ത്രിയും ചടയമംഗലത്തിൻ്റെ MLAയുമായ ശ്രീമതി ചിഞ്ചു റാണി ഉദ്ഘാടനം ചെയ്യും. ശ്രീമതി ചിഞ്ചു റാണിയുടെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ഹൈമാക്സ് ലൈറ്റ് ഇവിടെ സ്ഥാപിച്ചത്. പെരപ്പയം പാലം സ്ഥാപിതമായതു മുതൽ ഇവിടെ ഒരു ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ഈ പാലത്തിൻ്റെ മറുകരയിലും അടിയന്തരമായി ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. 4,30,000 രൂപയാണ് ഈ ഹൈമാക്സിന് വേണ്ടി ചെലവായത്. കണ്ണമ്പാറ സമരസമിതി നേതാക്കൾ മന്ത്രി J. ചിഞ്ചു റാണിക്ക് നിവേദനം നൽകി. പാറക്കോറിയിൽ നിന്ന് കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ക്രമാതീതമായി പാറ കയറ്റുന്നത് മൂലം അപകടങ്ങൾ ഉണ്ടാകുന്നതായി പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. കാലപ്പഴക്കം ചെന്നതും വീതി കുറഞ്ഞതുമായ മുട്ടത്തുകോണം പാലത്തിന് വൻ ഭീഷണിയാവുകയാണ് വലിയ ടോറസുകളുടെ മത്സരയോട്ടം. നിരവധി സ്കൂൾ ബസ്സുകളും സ്കൂൾ അംഗൻവാടി വിദ്യാർത്ഥികളും നടന്നും വാഹനങ്ങളിലുമായി പോകുന്ന ഈ വഴികളിലൂടെയുള്ള ടോറസ് വാഹനങ്ങളുടെ മത്സരയോട്ടം ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുകയാണ് എന്ന് സമരസമിതി നേതാക്കൾ ചൂണ്ടിക്കാട്ടി. അടിയന്തര പ്രാധാന്യത്തോടുകൂടി അധികൃതർ ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് സമരസമിതി നേതാക്കൾ മന്ത്രിയോട് ആവശ്യപ്പെട്ടു. MS റംലി, ജിഷാദ്, സുധാകരക്കുറുപ്പ്, സലീം കൊട്ടുംപുറം എന്നിവർ ഉൾപ്പെടുന്ന സംഘമാണ് നിവേദനം നൽകാനായി എത്തിയത്. പഴകിയ 150 കിലോയോളം മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. പുനലൂരിൽ കഴിഞ്ഞ ദിവസം വിൽപ്പനയ്ക്കായി വാഹനത്തിൽ കൊണ്ടുവന്ന 150 കിലോയോളം വരുന്ന മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. പുനലൂർ താലൂക്ക് സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ ഭക്ഷ്യ സുരക്ഷാ വിഭാഗം നടത്തിയ തെരച്ചിലിലാണ് മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചത്. നഗരത്തിലെ മാർക്കറ്റിൽ വാഹനത്തിലെത്തിച്ച് വിപണനം നടത്തിയിരുന്ന മത്സ്യമാണ് പിടിച്ചെടുത്ത് നശിപ്പിച്ചത്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വാർത്തകൾ അവസാനിക്കുന്നില്ല. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.